ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലും നമ്മളെ കണ്ണൂർ ഭാഗത്ത് താഴെ ചൊവ്വ അവിടെ മേലെ ചൊവ്വ തൊട്ടിട്ട് താഴെ ചൊവ്വ വരെയുള്ള റൂട്ടിൽ ഒരു മഹാൻ ഒരു ഹിമാലയൻ എടുത്തിട്ട് റോയൽ എൻഫീൽഡ് ഹിമാലയൻ എടുത്തിട്ട് ഒരു മഹാൻ പിന്നെ ആംബുലൻസ് ഡ്രൈവർക്ക് സൈഡ് കൊടുക്കാത്തൊരു വീഡിയോ. അതായത് ആംബുലൻസിലൊക്കെ ഇപ്പം ഡാഷ് ക്യാമും അതേപോലെ തന്നെ ഡാഷ് ക്യാം ഇല്ലാത്ത വണ്ടികളിൽ മൊബൈൽ ഹോൾഡറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് എന്തായാലും ഓരോ രോഗികളെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പിന്നെ റൂട്ട് പോകുന്ന ആ വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മൊബൈൽ വെച്ചിട്ട് വരെ അവരിപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു പോയി ആംബുലൻസ് തട്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ പിടിക്കുന്നത്. പക്ഷേ അതിൽ കുടുങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കഴപ്പ് കാണിക്കുന്ന ഓരോ ആൾക്കാരാണ് അതിൻ്റെ അകത്ത് കുടുങ്ങുന്നത്. അതായത് പറഞ്ഞാൽ ഒരു പിന്നെ കുളത്തിൽ മുങ്ങിപ്പോയ ഒരു കുട്ടീനെ അത്രയും അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട ആ ഒരു പിന്നെ പാച്ചല്, അതായത് ആംബുലൻസിൻ്റെ സ്പീഡ് അറിയാമല്ലോ, അത്യാവശ്യം എന്താ പറയണ്ടേ, അവർ പിന്നെ അവർക്കെല്ലാവരും വഴി കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു രോഗീൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞിട്ടല്ല പെരുമാറേണ്ടത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ പുള്ളി പിന്നെ എന്താ പറയണ്ടേ, ഒരു തക്കം കിട്ടുന്ന സമയം തന്നെ കൂടുതൽ ഓവർ സ്പീഡ് എടുത്തിട്ട് ഈ ആംബുലൻസിന് വഴി കൊടുക്കാത്ത രീതിക്കാണ് ആ ഒരു ചങ്ങായി ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ചക്രത്തിൽ ഓടുന്നതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കാരണം ഒരു കല്ല് വീണാൽ മതി, ഒരു കല്ല് ടയറുകളിനെ കുടുങ്ങിയാൽ അവൻ അവിടെ വീഴും. ഇപ്പോൾ രണ്ട് ചക്രത്തിൽ പോകുന്നവൻ ഇത്ര അഹങ്കാരം കാണിക്കുമെന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ എന്തായാലും പിടിക്കുമെന്നറിഞ്ഞിട്ടും കൂടി ഇങ്ങനെ ചെയ്യുന്നവരെയാണ് ഏറ്റവും വലിയ ദുരന്തങ്ങൾ എന്ന് പറയേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ ഡാഷ് ക്യാം അതേപോലെ തന്നെ മൊബൈലിൽ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ആളുകൾ കുടുങ്ങും. എന്തിനാണ് ഈ ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നത്? ഇത് പറയിപ്പിച്ചുകൊണ്ട് എന്ത് കിട്ടുന്നു ഇവനൊക്കെ? നമ്മളൊക്കെ ആണെങ്കിൽ ദൂരെ നിന്ന് ഒരു ആംബുലൻസ് വരുമ്പോൾ തന്നെ അവിടെ സൈഡാക്കിയിട്ട് മാക്സിമം സൈഡാക്കിയിട്ട് അവർക്ക് പോകാൻ പറ്റുന്ന രീതിക്ക് ആക്കി വെക്കും. സൈഡാക്കിയിട്ട് നമ്മളത് ഓടിക്കാൻ നിൽക്കില്ല, നമ്മളെന്തായാലും ഒരു സൈഡിലേക്ക് നിർത്തിയിടും. കാരണം അവർക്ക് അതുകൊണ്ട് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് ഈ ആംബുലൻസിന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ മാക്സിമം അവിടെ സൈഡാക്കിയാൽ അവനൊന്നും നഷ്ടപ്പെടാനില്ല. അത് രോഗീനെ ആ ഒരു സമയം എത്തിക്കാൻ പറ്റുമെങ്കിൽ അത്രയും അവനൊരു പുണ്യം കിട്ടുകയില്ല. പക്ഷേ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ആംബുലൻസിനെ കയറാൻ വിടാണ്ട് ഇവൻ തന്നെ ആംബുലൻസിൻ്റെ ഇതും പിടിച്ചിട്ട് അവൻ എന്താ പറയുക മുന്നിൽ എന്താ പറയണ്ടേ ഒരു ഇതായിട്ട് പോകും, എസ്കോട്ടായിട്ട് പോകുന്ന പോലെ മുന്നിൽ ഇവൻ പിടിച്ചിട്ട് പോകും. എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ പുള്ളി വാശി കാണിക്കുന്നത് ഈഗോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ, എന്നെ ആരും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, എന്നെ ആരും ചവിട്ടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഈഗോ വെച്ചിട്ട് പോകുന്നത്. പകുതി മുക്കാലിൽ ഇതേപോലെയുള്ള ബൈക്ക് വലിയ ബൈക്ക് എടുക്കുന്നവരിൽ ഈ ഈഗോ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊന്നും വെച്ച് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെയൊക്കെ വീട്ടുകാർക്ക് ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ പഠിക്കും. വീട്ടുകാരെ കൊണ്ടുപോകുമ്പം മുന്നിൽ ഇതേപോലെ വണ്ടികൾ പിന്നെ ഇതേപോലെയുള്ള കഴപ്പ് കാണിക്കുമ്പം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകിട്ട് മരിച്ചു പോയാൽ ഇവനൊക്കെ പഠിക്കും. അതിൽ നിന്നേ പഠിക്കൂ. സ്വന്തം വീട്ടുകാർക്കോ അവനോ ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ഇവനൊക്കെ പഠിക്കും.